ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5-ലെ മാത്തമാറ്റിക്സിലെ പാർട്ട് 1 ആണ് കേട്ടോ. അപ്പോൾ പുതിയ ബുക്കൊക്കെ ആയില്ലേ, പുതിയ ബുക്കാണ്. അപ്പം കഴിഞ്ഞ കൊല്ലത്തെ ബുക്കൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ വർഷത്തെ മാത്സ് ആണിത്, 5ാം ക്ലാസ്സിലെ. അപ്പം ഇത് സിമ്പിളായിട്ടാണ് ഒരു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, നിങ്ങൾ നന്നായി പഠിക്കുക, ഓക്കെ. അപ്പോൾ എന്താണ്, മാത്സ് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് 5 ആണ് കേട്ടോ. പുതിയ ബുക്കാണ്, ഈ 2024 ഇറങ്ങിയ ഈ ബുക്കാണ് കേട്ടോ. അത് നമുക്ക് എടുക്കാം. അതിൽ ഫസ്റ്റ് ചാപ്റ്ററായ ലൈൻസ് ആൻഡ് സർക്കിൾസ് എന്ന ഈ ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ലൈന് അറിയാമല്ലോ, ലൈൻസ് എന്ന് പറഞ്ഞാൽ വര അല്ലേ. പിന്നെ സർക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വട്ടം അല്ലേ. കേട്ടിട്ടുണ്ടാവും അല്ലേ, സർക്കിൾസ് എന്താ ലൈൻസ് എന്താന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചാണല്ലേ. അപ്പോൾ ലൈൻസ് ആൻഡ് സർക്കിൾസ് ആണ് കേട്ടോ. ലൈൻ മാത്ത് നോക്കൂ, ഈ ചിത്രം കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ ഒരു പാലുണ്ട്, ഇവിടെ എന്താണ് കുത്തബ് മിനാറുണ്ട്, ഈ ഇരുമ്പിൻ്റെ അയൺ അല്ലേ ഇതുണ്ട്, പിന്നെ അയണിൻ്റെ ഒരു പില്ലറുണ്ട് അല്ലേ, പിന്നെ എന്താണ് പിസ ഗോപുരമുണ്ട്, പിന്നെ എന്താണ് ഇവിടെ ഒരു മേശ പോലുള്ള അല്ലേ ചെരിഞ്ഞൊക്കെ കാലുകളുള്ള ഒരു മേശയുണ്ട് അല്ലേ. അപ്പോൾ ഡിഡ് യു സീ ദ പിക്ചേഴ്സ്, ഈ ചിത്രങ്ങൾ കണ്ടില്ലേ. എ ബ്രിഡ്ജ് മെയ്ഡ് വിത്ത് അപ്രൈറ്റ് പില്ലേഴ്സ് ആൻഡ് സ്റ്റാൻഡേർഡ് സപ്പോർട്ട്സ് അല്ലേ. ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്, ചരിഞ്ഞ എന്താണ് സപ്പോർട്ടൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് അല്ലേ, പില്ലറൊക്കെ അല്ലേ. പിന്നെ കുത്തബ് മിനാർ ആൻഡ് അയൺ പില്ലർ ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ് സ്റ്റാൻഡിങ് സ്ട്രെയിറ്റ്. എന്താ കുത്തബ് മിനാറും പിന്നെ അതുപോലെ അയൺ പില്ലറൊക്കെ സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ. പിന്നെന്താണ് ഈ ലീനിങ് ടവർ ഓഫ് പിസ ബിൽഡ് ദോ വെർട്ടിക്കൽ ബട്ട് ടിൽറ്റിംഗ് ഇൻ ടൈം അല്ലേ. എന്താണ് പിസ ഗോപുരം അല്ലേ, ചെരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. സമയം എന്താണ് കാലക്രമേണ ചെരിഞ്ഞു പോയതാണ് അല്ലേ പിസ എന്താണ് ഗോപുരം അല്ലേ, പിസ ടവർ. A table made with planks of straight and slanted edges and legs straight and slanted. പിന്നെ ഒരു ടേബിൾ അല്ലേ, ചരിഞ്ഞ കാലുകളൊക്കെ ഉള്ളൊരു ടേബിൾ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ, ബിഫോർ ആക്ച്വലി ബിൽഡിംഗ് ദിസ്, ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ ബ്രിഡ്ജ് ഓർ ടേബിൾ, ബ്രിഡ്ജ് ആയിക്കോട്ടെ ടേബിൾ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ ആക്യുറേറ്റ് പ്ലാൻസ് മസ്റ്റ് ബി ഡ്രോൺ. നല്ലൊരു പ്ലാനിങ് നമുക്ക് വേണം അല്ലേ. വെറുതെ എങ്ങനെയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് ഇല്ല അല്ലേ, നമുക്ക് എന്താണ് ഒരു പ്ലാനിങ് വേണം അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റ് നമുക്ക് ലെറ്റ് us ഓൾസോ സ്റ്റാർട്ട് ടു ഡ്രോ, നമുക്ക് വരയ്ക്കാൻ പഠിക്കുക അല്ലേ. ഫസ്റ്റ് റെക്റ്റാങ്കിൾ, ഫസ്റ്റ് നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പഠിക്കുക, ഓക്കെ. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. നോക്കൂ, ആദ്യം ഈ റെക്റ്റാങ്കിളാണ് വരയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ഒരു സ്കെയിൽ എടുക്കുക, എന്നിട്ട് എന്താക്കുക ഈ സ്കെയിലിൽ 5 സെൻറ്റിമീറ്റർ അളവ് എടുക്കുക കേട്ടോ. ഇവിടുന്ന് 5 സെൻറ്റിമീറ്ററിൽ എന്താക്കുക നിങ്ങൾ നീട്ടി വരയ്ക്കുക, പുറത്തേക്ക് ചാടി എടുത്തിട്ട് 5 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് ഇവിടെ ഒരു കുത്തിട്ടിട്ട് വരയ്ക്കുക കേട്ടോ. ഇവിടെ ഒരു കുത്തിടുക, ഇവിടെ ഒരു കുത്തിടുക, എന്നിട്ട് ആ കുത്തിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചാൽ മതി, അപ്പോൾ തെറ്റൂല കേട്ടോ, ഓക്കെ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, നൗ ഫ്രം വൺ എൻഡ് ഓഫ് ദിസ് ലൈൻ ലെറ്റ് us draw upward another line of 3 centimeters. Before this we are going to use a set square from the geometric box. ഇതിന് വേണ്ടി നിങ്ങൾ ഈ ജോമെട്രി ബോക്സിൽ സെറ്റ് സ്ക്വയർ കണ്ടിട്ടുണ്ടാവും അല്ലേ, അതെടുക്കുക. എന്നിട്ട് എന്താക്കുക, ഇതിൻ്റെ താഴെ ലൈന് ഇങ്ങനെ ഇതാക്കുക, കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് എന്താക്കുക, ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഇവിടേക്ക് കറക്റ്റായിട്ട് 3 സെൻറ്റിമീറ്റർ അളക്കുക. കണ്ടോ, ഇവിടെ ഒരു കുത്തിട്ടിട്ട് നീട്ടി താഴോട്ടേക്ക് ഇവിടേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക. ദാറ്റ് മേക്സ് ഹാഫ് ദ റെക്ടാങ്കിൾ. അപ്പോൾ എന്താക്കി, ഹാഫ് റെക്ടാങ്കിൾ ആയി അല്ലേ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നൗ ഇൻ ദ സെയിം വേ, ഇതേപോലെ തന്നെ നിങ്ങൾ എന്താക്കുക, ഈ സെറ്റ് സ്ക്വയർ ഈ ഭാഗത്ത് പിടിച്ചിട്ട് 3 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് ഇങ്ങോട്ട് അളന്നിട്ട് നിങ്ങൾ എന്താക്കുക ജോയിൻ ചെയ്യിപ്പിക്കുക. എന്നിട്ട് എന്താക്കുക, മുകളിലത്തെ ഈ ലൈനോട്ട് നേരിട്ട് നമ്മൾ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഇത് കറക്റ്റായിട്ട് നമ്മൾ ഇത് അളന്നിട്ടുണ്ടെങ്കിൽ ഇത് 5 സെൻറ്റിമീറ്റർ കറക്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അത് ശരിയരുത്, കറക്റ്റായിട്ട് തന്നെ നമ്മളിത് എന്താക്കി അളന്ന് വരയ്ക്കണം, ഓക്കെ. അപ്പോൾ ഇത് നേരിട്ട് അങ്ങോട്ട് ഈ എന്താണ് വെർട്ടിക്കൽ ലൈൻസ് രണ്ടും എന്താണ് ടോപ്പിലെ ഈ ഇതുണ്ടല്ലോ ഈ ലൈന് ജോയിൻ ചെയ്യിപ്പിക്കുക, ഓക്കെ. ബൈ ജോയിനിങ് ടോപ്പ് ഓഫ് ദ 2 വെർട്ടിക്കൽ ലൈൻസ് വി ഹാവ് അവർ റെക്ടാങ്കിൾ. അപ്പം എന്താക്കി നമുക്ക് റെക്ടാങ്കിൾ ആയില്ലേ. ഡോണ്ട് യു ഹാവ് എ ക്വസ്റ്റ്യൻ ഹിയർ. ഇപ്പം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും അല്ലേ, ഇത് 5 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കുമോ അല്ലേ. വി ഡിഡ് ആക്ച്വലി മെഷർ ദ ടോപ്പ് ലൈൻ ഡിഡ് വി അല്ലേ. ഇതെന്താ, ഇത് 5 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കുമോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടായിരിക്കും അല്ലേ. വുഡ് ബി ഓൾസോ 5 സെൻറ്റിമീറ്റർ. ഇതെന്താണ് 5 സെൻറ്റിമീറ്ററിനായിരിക്കും. ഇത് തെറ്റാതെ നമ്മൾ കുത്തനെ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ ഇത് 5 സെൻറ്റിമീറ്ററിനായിരിക്കും. നിങ്ങൾ നടന്ന് നോക്കുക കേട്ടോ, ഓക്കെ. മെഷർ ഇറ്റ് ആൻഡ് ചെക്ക്. ഇഫ് യു ഹാവ് ഡ്രോൺ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് വിത്തൗട്ട് എനി സ്ലാൻ ഇറ്റ് വിൽ ബി ഓൾസോ 5 സെൻറ്റിമീറ്റർ. എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യാതെ കറക്റ്റായിട്ട് കുത്തനെ എന്താണ് നിങ്ങൾ 3 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചിട്ടുണ്ടെങ്കിൽ ഇത് 5 സെൻറ്റിമീറ്റർ കറക്റ്റ് ആയിരിക്കും. ഇനി നൗ ലുക്ക് അറ്റ് ദ പിക്ചർ. ഈ ചിത്രം നോക്കിയേ. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് മുകളിലത്തെ വരെയും താഴത്തെ വരെയും സെയിം ആയിട്ട് തോന്നുന്നുണ്ടോ? ഈ അല്ലെങ്കിൽ ഈ റൈറ്റ് ഹാൻഡ് ലൈനും ലെഫ്റ്റ് ഹാൻഡ് ലൈനും റൈറ്റ് ഹാൻഡ് ലൈനും സെയിം ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അപ്പ് ചെയ്തിട്ടാണോ മുകളിലേക്ക് പോയതാണോ? ഇവിടെ ഒരു ചെരിവ് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
ദ റൈറ്റ് സൈഡ് ഇറ്റ് സീംസ് ടു ബി ലിറ്റിൽ ഓഫ് ഡസിൻ ഇറ്റ് അല്ലേ. നമുക്ക് ചെക്ക് ചെയ്യാം അല്ലേ. സെറ്റ് സ്ക്വയർ വെക്കുക. നോക്കൂ, സെറ്റ് സ്ക്വയർ വെച്ച് ഈ പോയിന്റിൽ ഇവിടെ വെച്ചിട്ട് നോക്കൂ, ജസ്റ്റ് ചെറിയൊരു ചെരിവുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, അപ്പോൾ ഞാൻ മെഷർ ദ ബോട്ടം സൈഡ് ആൻഡ് ടോപ്പ് സൈഡ്. അപ്പോൾ ഈ മുകളത്തെ സൈഡും അടിയത്തെ സൈഡ് ഇതാ, ഈ സൈഡും ഈ അടിയത്തെ ഈ സൈഡും നിങ്ങൾ അളന്നാൽ എന്താണ് വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ, ഈക്വൽ ലെങ്ത് ആയിരിക്കില്ല. ഓക്കെ, ലെറ്റ് us draw another picture. നമുക്ക് വേറൊരു ചിത്രം നോക്കാം. ഡ്രോ എ ലോങ് ലൈൻ ആൻഡ് മാർക്ക് ഓഫ് 5 cm ഫ്രം ദ ലെഫ്റ്റ്. എന്താണ്, സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ നിങ്ങൾ വരയ്ക്കുക. അളവൊന്നും എടുക്കാതെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു നീട്ടി അങ്ങ് വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക, സ്കെയിൽ എടുത്തിട്ട് 5 cm ആണെന്ന് ഇവിടെ ഒരു കുത്തിടുക. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്ലേസ് ദ ലോങ്ങർ സെറ്റ് സ്ക്വയർ. നിങ്ങൾ സെറ്റ് സ്ക്വയറിൽ ഷോർട്ടർ സെറ്റ് സ്ക്വയറും ലോങ്ങർ സെറ്റ് സ്ക്വയറും ഉണ്ട് അല്ലേ. അതിൽ എന്താണ്, ഈ ലോങ്ങർ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് അതിൻ്റെ ലെഫ്റ്റ് എൻഡിൽ എന്താക്കുക, ഇതേപോലെ അങ്ങ് വെക്കുക. എന്നിട്ട് എന്താക്കുക, ചിത്രത്തിലെ പോലെ വരച്ചിട്ട് ലൈൻ അങ്ങോട്ട് ഇവിടേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും നമുക്ക്. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ എന്താക്കുക, ഈ സെറ്റ് സ്ക്വയർ ഇതേ വരമ്പോൾ കൂടി ഇങ്ങനെ മെല്ലെ നീക്കി കൊണ്ടുപോവുക. ഈ വര അനങ്ങരുത്. പറയുമ്പോൾ ഇതായത് ഇതിങ്ങനെ അനക്കി കൊണ്ടുപോയിട്ട് ഈ പോയിന്റിൽ എത്തിക്കുക. 5 cm എടുത്ത ഈ പോയിന്റ് ഇല്ലേ, അതായത് 5 cm നമ്മൾ എന്താ ഇവിടെ ജോയിൻ ചെയ്തില്ലേ, ഈ ഇവിടേക്ക് എന്താക്കുക, നിങ്ങൾ ഈ സെറ്റ് സ്ക്വയർ മെല്ലെ നീക്കി കൊണ്ടുപോവുക. അടിയത്തെ ലൈൻ ഈ ലൈനിലേക്ക് മാറരുതിട്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വളയരുത്. എന്നിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് എന്താക്കുക, നിങ്ങൾ പിന്നെ ഈ വരമ്പെന്ന് ഇവിടുന്ന് ഇങ്ങനെ താഴോട്ടേക്കും വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് എന്താക്കുക, ഇങ്ങനെ വരച്ചതിന് ശേഷം 3 cm നിങ്ങൾ എന്താക്കുക, സ്കെയിൽ വെച്ചിട്ട് അളക്കുക. ഇവിടെ കുത്തിടുക. ഇവിടെ 3 cm എന്താക്കുക, സ്കെയിൽ വെച്ച് അളന്നിട്ട് ഇവിടെ കുത്തിടുക. എന്നിട്ട് അത് രണ്ടും കൂടി നിങ്ങൾ ജോയിൻ ചെയ്യുക. മുകളിലത്തെ ലൈനായിട്ട് ജോയിൻ ചെയ്യുക. കണ്ടോ ഇവിടെ കണ്ടത്. അപ്പോൾ ബാക്കിയുള്ള പാർട്ട് എന്താക്കുക, മായ്ച്ച് കളയാം. 3 cm കൂടുതലുണ്ടല്ലോ അത് അല്ലേ. അപ്പോൾ 3 cm എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം എന്താക്കുക, മായ്ച്ച് കളയാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്താക്കുക, നിങ്ങൾ മുഖത്ത് അതൊന്ന് അളന്ന് നോക്കുക. ഇത് അളന്ന് നോക്കുക. അപ്പോൾ 5 cm ടോപ്പ് സൈഡും 5 cm ആയിരിക്കും അല്ലേ. ഈസിൻ്റെ ഓൾസോ 5 cm അല്ലേ, മെഷർ ചെയ്താലുണ്ടാവും. ഇനി ഇഫ് യു യൂസ് ദ അനദർ കോർണർ ഓഫ് ദ സെറ്റ് സ്ക്വയർ ഇൻസ്റ്റെഡ്. ഇപ്പം എന്താണ്, സെറ്റ് സ്ക്വയറിൽ ഒരു സെറ്റ് സ്ക്വയർ വെച്ച ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ എന്താക്കി വരച്ചു അല്ലേ. ഇനി എന്താണ്, ഈ സെറ്റ് സ്ക്വയറിന്റെ മറ്റേ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഇത് വരച്ചു നോക്കുക. അങ്ങനെ വരച്ചതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ചിത്രം ഇതായിരിക്കും. ഓക്കെ, ഇതേപോലെ തന്നെ വരച്ച ഈ ചിത്രമായിരിക്കും കിട്ടുക. ട്രൈ ഇറ്റ് ചെയ്ത് നോക്കുക. We can draw another picture as given below using corner of the other set square. അപ്പോൾ എന്താണ്, മറ്റേ ജോമെട്രിക് ബോക്സിൽ വേറൊരു സെറ്റ് സ്ക്വയറും കൂടി ഉണ്ടല്ലോ അല്ലേ. ആ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ വരച്ചു നോക്കുക. അതിൻ്റെ ഒരു മൂല വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ വരച്ചു നോക്കുക. അപ്പോൾ ഈ ചിത്രമായിരിക്കും കിട്ടുക. 5 cm 3 cm തന്നെ കേട്ടോ. മെഷർ ദ ടോപ്പ് സൈഡ് ഓഫ് ഈച്ച് പിക്ചർ. എല്ലാ ചിത്രത്തിലും നിങ്ങൾ ടോപ്പ് സൈഡ് നമ്മളെന്താണ് യോജിപ്പിക്കുന്നേ ഉള്ളൂ അല്ലേ, അളക്കാതെ തന്നെ യോജിപ്പിക്കുക. അപ്പോൾ അതൊന്ന് മെഷർ ചെയ്ത് നോക്കുക. അപ്പോൾ എന്താണ്, അത് എന്താണ് 5 cm നീളം തന്നെ ആയിരിക്കും അല്ലേ. ഇൻ ആൻ ഏർലിയർ പിക്ചർ, മുന്നത്തെ ചിത്രങ്ങളിലൊക്കെ വെൻ ദ റൈറ്റ് സൈഡ് വാസ് എ ലിറ്റിൽ ടിൽറ്റഡ് അല്ലേ. മുന്നത്തെ ചിത്രത്തിൽ എന്താണ്, ഇതാ ഈ ചിത്രം കണ്ടോ, ഈ ചിത്രത്തിൽ എന്താണ് കുറച്ചൊന്നും ഇങ്ങോട്ട് ചെരിഞ്ഞപ്പോൾ എന്താണ് മെഷർ ചെയ്തത് അളവ് കുറച്ച് തെറ്റായിരുന്നു അല്ലേ വരുന്നത്. അടിയത്തെ ലെങ്ത്തിന്റെ അളവായിരിക്കില്ല മുകളിലത്തെ ലെങ്ത്തിന്റെ അളവ്. കാരണം ഇത് കുറച്ചൊന്നും കൊണ്ട് ചെരിഞ്ഞുകൊണ്ട് അല്ലേ. പക്ഷെ മറ്റൊക്കെ എന്താണ്, മറ്റൊക്കെ ഇങ്ങനെ ചെരിഞ്ഞിട്ടും എന്താണ് മുകളിലത്തത് കറക്റ്റ് അളവ് തന്നെയാണ് അല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ്, എന്താണ് മറ്റേത് എന്താണ്, ഇതൊക്കെ ചെരിഞ്ഞ വരകൾ സെയിം പോലെയാണ് അല്ലേ. പക്ഷെ ഇതെന്താണ് കുത്തനുള്ള വരയാണ് അല്ലേ. ഇത് കുത്തനാവുമ്പോൾ ഇതും കുത്തൻ തന്നെ ആവും. എന്നാലേ എന്താവുള്ളൂ, ഇത് ഈക്വൽ ആവുള്ളൂ കേട്ടോ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ്, but in all 3 pictures drawn now, though the left sides were tilted, the top length didn't change അല്ലേ. 3 ചിത്രത്തിൽ എന്താണ് നമ്മൾ കുറച്ച് വരച്ചത് ചിത്രം എന്താണ് ചെരിഞ്ഞിട്ടാണ് വരച്ചത് അല്ലേ. പക്ഷെ ടോപ്പ് ഉള്ള ആ ലെങ്ത്തിൽ എന്താണ് മാറ്റം വന്നിട്ടില്ല അല്ലേ. അടിയത്തെ ലെങ്ത് എന്താണ്, അത് തന്നെയായിരിക്കും മുകളിലത്തെ ലെങ്ത് അല്ലേ. will the length of the top side remain unchanged even if we tilt the left and right side to any extent? നമ്മൾ നീട്ടി എത്ര വരച്ചാലും എന്തായാലും മാറൂല അല്ലേ. Suppose we put the set square at the ends of the 5 cm line like this. നമ്മൾ എന്താക്കുക, സപ്പോസ് ചെയ്യുക എന്ത്, നമ്മൾ എന്താക്കുക സെറ്റ് സ്ക്വയർ വെച്ചിട്ട് 5 cm എന്താക്കുക നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് സെറ്റ് സ്ക്വയർ വെച്ച് ഇങ്ങനെയും വരയ്ക്കുക. ഇനി നിങ്ങൾ എന്താണ് സെറ്റ് സ്ക്വയറിന്റെ മറ്റേ അറ്റം വെച്ചിട്ട് എന്താക്കുക ഇങ്ങനെ ഇങ്ങോട്ടേക്കും വരയ്ക്കുക. ഓക്കെ,
അപ്പോൾ എന്താക്കും രണ്ടും ഇങ്ങനെ ചരിച്ച് അല്ല വരച്ചത്. അപ്പോൾ എന്താണ് ഈ ഭാഗം എന്തായിരിക്കും നമ്മൾ കൂട്ടി മുട്ടിച്ചാൽ ഇതും ഇതും ഈക്വൽ ആയിരിക്കില്ല അല്ലേ. അപ്പോൾ 3 സെൻറ്റിമീറ്റർ തന്നെ ആക്കണം അല്ലേ. അപ്പം മുകളിലത്തെ ലൈൻ എന്താണ് അടിയത്തെ ലൈനും ഈക്വൽ അല്ല അല്ലേ. അങ്ങനെ നമുക്ക് വരയ്ക്കാം അല്ലേ. ഇനി നമ്മൾ എന്താണ് ഇതേപോലെ തന്നെ നമ്മൾ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നമ്മൾ നീട്ടി വരയ്ക്കുകയാണ്. ഇങ്ങനെ നീട്ടി വരച്ചോ വിചാരിച്ചു. അപ്പോൾ നമ്മൾക്ക് എന്താ കിട്ടും, നമുക്ക് ഒരു ട്രയാങ്കിൾ കിട്ടും അല്ലേ. നമ്മൾ 3 സെൻറ്റിമീറ്റർ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ചിത്രം വന്നത് അല്ലേ. ഇനി സെൻറ്റിമീറ്റർ ഒന്നും എടുക്കാതെ നീട്ടി അങ്ങ് വരയ്ക്കുകയാണ് രണ്ടും. അപ്പോൾ എന്താക്കും നമുക്ക് ഇങ്ങനെ ചിത്രം കിട്ടും. ബാക്കിയുള്ള അങ്ങോട്ട് മായ്ച്ച് കളഞ്ഞാൽ മതിട്ടോ. അപ്പോൾ ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടും. ഓക്കെ, വി ഹാവ് മെഷേർഡ് ദ സ്റ്റാൻഡേർഡ് സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ. എന്താണ് നമ്മൾ ട്രയാങ്കിളിൻ്റെ സ്റ്റാൻഡേർഡ് ലൈൻ സൈഡ്സ് ഒന്ന് മെഷർ ചെയ്യുക. നൗ യൂസിങ് സ്കെയിൽ ആൻഡ് സെറ്റ് സ്ക്വയർ ട്രൈ ഡ്രോയിങ് ദീസ് പിക്ചർ. ഇനി എന്താണ് നിങ്ങൾ സ്കെയിലും സെറ്റ് സ്ക്വയർ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക ഈ ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി all the lines in the picture below are of 3 centimeter length. Draw and color them. എന്താണ് ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നിങ്ങൾ എന്താ 3 സെൻറ്റിമീറ്റർ ലെങ്ത് നിങ്ങൾ ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓൾ ദ ലൈൻസ് ഇതൊക്കെ. അപ്പോൾ ഇത് ആദ്യം നിങ്ങൾ എന്താണ് സ്കെയിലിട്ട് 3 സെൻറ്റിമീറ്റർ നീട്ടി വരയ്ക്കുക കേട്ടോ. എന്നിട്ട് എന്താക്കുക നിങ്ങൾ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നീട്ടി ഇങ്ങോട്ട് 3 എടുക്കുക. അതുപോലെ സെറ്റ് സ്ക്വയർ ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് ഇവിടേക്ക് 3 എടുക്കുക. എന്നിട്ട് മുകളിലത്തെ കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് കളർ കൊടുക്കുക. അതേപോലെ തന്നെ സെറ്റ് സ്ക്വയറിന് വേറൊരു വശം ചെരിഞ്ഞ വശം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക ഇങ്ങനെ അളന്നിട്ട് 3 സെൻറ്റിമീറ്റർ തന്നെ കേട്ടോ എല്ലാ ഭാഗവും. ഇത് 3 ഇത് 3 ഇത് 3 ഇത് 3 ഒക്കെ ഇതൊക്കെ 3 തന്നെ കേട്ടോ. എല്ലാ ഭാഗവും 3 തന്നെ. അത് വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക നിങ്ങൾ ഇങ്ങനെ ചിത്രം വരച്ചിട്ട് കളർ ചെയ്യുക കേട്ടോ. ഡ്രോ ദ ഫസ്റ്റ് പിക്ചർ. അടുത്ത സെക്കൻഡ് വൺ. ഡ്രോ ദ ഫസ്റ്റ് പിക്ചർ വിത്ത് ലെങ്സ് ആസ് ഷോൺ ആൻഡ് ദെൻ കളർ ഇറ്റ് ആസ് ഇൻ ദ സെക്കൻഡ് പിക്ചർ. എന്താണ് നിങ്ങൾ ഈ ഫസ്റ്റ് ചിത്രം വരച്ചിട്ട് ഇതേപോലെ കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നിങ്ങൾ എന്താക്കുക സ്കെയിൽ വെച്ച് 5 സെൻറ്റിമീറ്റർ നീട്ടി വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നീട്ടി മേലോട്ടേക്ക് വരയ്ക്കുക. എന്നിട്ട് അത് മുകളിലത്തെ യോജിപ്പിക്കുക. പിന്നെ എന്താക്കുക നിങ്ങൾ 2 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടേക്ക് സെറ്റ് സ്ക്വയറിൽ വെച്ചിട്ട് എടുക്കുക അല്ലേ. ഒരു മൂല വെച്ചിട്ട് സെറ്റ് സ്ക്വയർ വെച്ച് 2 സെൻറ്റിമീറ്റർ അളക്കുക. പിന്നെ ഇവിടേക്ക് എന്താക്കുക അളക്കുക. ഇത് 5 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ടും നീട്ടി വരയ്ക്കുക. ഓക്കെ, അങ്ങനെ വരച്ചതിന് ശേഷം നിങ്ങൾ ഈ കളർ കൊടുക്കുക. ഓക്കെ, ഡ്രോ ദിസ് പിക്ചർ. ഈ ചിത്രം അങ്ങനെ തന്നെ വരയ്ക്കുക കേട്ടോ. നിങ്ങൾ സ്കെയിലിട്ട് അളന്നിട്ട് എന്താക്കുക നിങ്ങൾ ഈ ലെങ്ത്ത് അളക്കുക. എന്നിട്ട് സ്കെയിൽ വെച്ച് വരയ്ക്കുക. സെറ്റ് സ്ക്വയറും വെച്ച് വരച്ചിട്ട് കളർ കൊടുക്കുക. ഓക്കെ, ദെൻ അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗമൊക്കെ നിങ്ങൾ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ലൈന് വരയ്ക്കുന്നതാണ്, പിന്നെ ചതുരം വരയ്ക്കുന്നതാണ്, റെക്റ്റാങ്കിൾ വരയ്ക്കുന്നതും ഒക്കെയാണ് ഇപ്പോൾ നിങ്ങൾ പഠിച്ചു കേട്ടോ. അപ്പം അളവ് കറക്റ്റായിട്ട് വരയ്ക്കണം. പെൻസിലൊക്കെ നല്ലോണം കൂർപ്പിക്കുക കേട്ടോ. പെൻസിൽ നന്നായി കൂർപ്പിച്ച് സ്കെയിലൊക്കെ നീങ്ങാതെ കറക്റ്റായിട്ട് പിടിച്ച് വരയ്ക്കുക വേണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.